നടേശൻ സാർ, പിണറായി വിജയനെ എന്തുകൊണ്ട് വേദിയിലിരുന്ന സന്യാസിമാർ തിരുത്തിയില്ല? അതൊരു അത്ഭുതമായി ഇപ്പോഴും അവശേഷിക്കുക. അവരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുമ്പ് പിണറായി വിജയൻ കാവി ഉടുത്ത സന്യാസിമാരെ അതേ വേദിയിൽ അവഹേളിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും വരികയും ഇങ്ങനെ ആക്ഷേപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ആ വേദിയിലുണ്ടായിരുന്ന സച്ചിദാനന്ദ സ്വാമി, ഋദംബരാനന്ദ സ്വാമിയും സനാതനധർമ്മം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റേത് എന്ന് കൃത്യമായിട്ട് ലേഖനം എഴുതിയിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ആ വേദിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഊരിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം അധികാരവും പണവും ഉണ്ട് എങ്കിൽ എന്തും ചെയ്യാം എന്ന ഒരു കാലത്താണ് ഇരിക്കുന്നത്. അവരും മനുഷ്യരല്ലേ. അതുകൊണ്ട് ഭയന്നിട്ട് മാത്രമാണ് അവർ മിണ്ടാത്തത്. അവർക്ക് അറിയാത്തവരൊന്നും അല്ല, അവരതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നവരാണ്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ നേരത്തെ നമ്മുടെ സേനാപതി അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കൊരു ഒരു ചെറിയൊരു വിയോജിപ്പോടുകൂടി ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല്, നമ്മൾ ഒരു കാലത്ത് ഒരിക്കലും ഈ അതിന്റെ വക്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ വക്താവ് എന്ന രീതിയിൽ ഗുരുദേവനം ഇങ്ങനെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്നത് തെറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് അത് അതിനു മുമ്പ് വൈകുണ്ഠസ്വാമിയാണ് പറഞ്ഞത്. ഒன்றേ ജാതി ഒன்றേ കുലം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ്. അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് തിരുമൂലരാണ്. തിരുമന്ത്രം എന്ന കൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവള്ളുവർ തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ വേദ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ടുള്ളതാണ്. ഈ സമയത്തെല്ലാം ജാതിയുണ്ട്, ജാതി ഉണ്ടാകും, ഉറപ്പാണ്. നാളെ ഉണ്ടാവും, ഇന്നും ഉണ്ട്. പഴയ കാലത്ത് ജാതിയുടെ പേരിലായിരുന്നു വേർതിരിവെങ്കിൽ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമാണ്. അപ്പൊ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വേർതിരിവ് പുരോഗമനപരവും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അക്രമം പുരോഗമനവും, ജാതിയുടെ പേരിലുള്ളത് അധോഗതമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാ കാലത്തും ഈ സനാതന ധർമ്മത്തെ കുറിച്ച് പറയാനും അതിനനുസരിച്ചുള്ള മാർഗദർശനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് മഹാഗുരുക്കന്മാര് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് അനുകമ്പാദശകത്തിൽ അരുമാമറ യോതുമർത്ഥവും ഗുരുവോതും മുനി യോതുമർത്ഥവും എന്ന് പറയുന്ന സ്ഥലത്ത് പറയാണ്, ഈ മഹാഗുരുക്കന്മാര് പറഞ്ഞത് ഒന്ന് എന്തിനു വേണ്ടി, എന്താണത് പറഞ്ഞത്? ജീവതാരകം, മനുഷ്യന്റെ ദുഃഖത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരാൾ മാത്രം ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള മഹാത്മാക്കളെ രാഷ്ട്രീയക്കാരുടെ കണ്ണുകൊണ്ട് കണ്ടോള് വിരോധമില്ല. പക്ഷെ അത് ഭിന്നിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നിടത്താണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രസ്താവനയോട് നമുക്ക് വിയോജിപ്പുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനും അറിയാം, ഒരു തരത്തിൽ പറഞ്ഞാൽ. ഇത് കേട്ട എല്ലാവർക്കും അറിയാം, ഗുരുദേവൻ ധർമ്മത്തിന്റെ വക്താവാണ്. ഒരു ഗ്രന്ഥമുണ്ട്, ശ്രീനാരായണ ധർമ്മം. ഈ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന 16 ഷോഡശ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് അക്ഷരവിദ്യ കൊടുക്കേണ്ടത്, വിവാഹം എന്താണ്, എങ്ങനെ ചെയ്യണം, അന്ത്യേഷ്ടി കർമ്മം എങ്ങനെ നിർവഹിക്കണം, ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഉണ്ട് എന്നിരിക്കെ അതില്ല എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു കാര്യം, ഇവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സാധനമാണല്ലോ ഈ പൂജയും മറ്റു കാര്യങ്ങളെല്ലാം. നമ്മൾ ഇന്ന് ഈ 2025 എന്ന് പറയുന്നത് ഹോമമന്ത്രം RV ബാബുജി ആണെന്ന് തോന്നുന്നു ചൂണ്ടിക്കാട്ടി, അതുപോലെ പണിക്കർ സാറും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് 100-ാം വർഷമാണ്. കഴിഞ്ഞ 100 വർഷമായി എല്ലാ ദിവസവും ശിവഗിരിയില് ഈ ഹോമമന്ത്രം ചൊല്ലിക്കൊണ്ടിട്ടുള്ള ഹോമം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ആ സ്ഥലത്ത് വന്നിട്ടാണ് സനാതന ധർമ്മം തെറ്റാണ്, ആത്മീയത തെറ്റാണ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ
നടരാജഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലങ്ങൾ, അദ്ദേഹം പൊതുവെ ഈ ഭക്തി ആരാധനയോട് അത്ര പ്രതിപത്തിയുള്ള മഹാത്മാവല്ല. പക്ഷെ എങ്കിലും നാരായണ ഗുരുകുലത്തില് ഈ ഹോമമന്ത്രം ഉച്ചരിച്ച് ഹോമം കഴിക്കാത്ത ദിവസം ഉണ്ടാവില്ല. അത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ ഹോമം യാഗം എന്നൊക്കെ പറയുന്നത് ത്യാഗമാണ്, ത്യാഗത്തിന്റെ പ്രതീകമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ത്യാഗമാണെന്ന് ചോദിച്ചാൽ രാജ്യത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ടുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് ആ ത്യാഗത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ സർവമത സമ്മേളനം നടത്തുമ്പോഴും എല്ലാവരും പറഞ്ഞു വരുന്നത് ഗുരുദേവൻ മാത്രമാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതിനു മുമ്പ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 1893 ചിക്കാഗോയിൽ നടന്ന മതമഹാസമ്മേളനത്തില് ആദ്യമായി സ്വാമി വിവേകാനന്ദൻ ഉച്ചരിച്ച വാക്ക് സഹോദരി സഹോദരന്മാരെന്നാണ്. ഇത് ഗുരുദേവൻ പറഞ്ഞത് അഖിലരും ആത്മാ സഹോദരരെന്നല്ലേ പറയേണ്ടതെന്നാണെന്നാണ്. ഇത് രണ്ട് സനാതന ധർമ്മത്തിന്റെയാണ്. ഇതിനു മുമ്പ് 1888 നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരുവിക്ക് പുറത്ത് പറഞ്ഞല്ലോ ജാതിഭേദം മതദ്വേഷം, അത് സനാതന ധർമ്മത്തിന്റെയാണ്. അപ്പോ ജാതി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് നായർ നമ്പൂതിരി ഈഴവൻ തുടങ്ങിയതായ ജാതി, രണ്ട് മനുഷ്യത്വം എന്ന ജാതി. ഈ മനുഷ്യത്വം എന്ന ജാതിയെ കുറിച്ചാണ് മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് വളരെ കൃത്യമായി ഗുരുദേവൻ പറയുന്നത്. ആ ജാതി നമുക്ക് വേണം, മനുഷ്യത്വത്തിന്റെ ജാതി വേണം, മാനവികതയുടെ ജാതി വേണം. പക്ഷെ ആ ജാതിയിൽ ധാർമ്മികത വേണം. ആ ധാർമ്മികത ആത്മീയതയുടെ അടിസ്ഥാനത്തിലാവണം. അപ്പോ ഹ്യൂമാനിറ്റിയും മൊറാലിറ്റിയും നിലനിൽക്കുന്നത് സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ആത്മോപദേശ ശതകത്തിന്റെ ഉപദേശ സാരം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ നിലയിൽ ഗുരുദേവൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, തരുവിനടിക്ക് തപസ് ചെയ്യും മുനിജനങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഋഷീശ്വരന്മാരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത്. വീണ്ടും അതിൽ പറയുന്നുണ്ട്, ഉപനിഷദുക്തി രഹസ്യമോർത്തിടയണം. മനസ്സിലെ ഈ ഉപനിഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് വന്നതല്ലല്ലോ, അത് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഈ പറഞ്ഞ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഈ തരത്തിലുള്ള നരേഷൻ, അതായത് ഗുരുദേവൻ ശങ്കരാചാര്യർക്കെതിരാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഗുരുദേവൻ ഭക്തന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അതിന് കൃത്യമായ അജണ്ടയുണ്ട്. വാസ്തവത്തിൽ അത് എന്താ പറയാ, കഴിഞ്ഞ ദിവസം ഞാനത് വായിച്ച പുസ്തകമാണ്. അതായത് ശാരദാദേവിയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് കീഴാളന്റെ ദേവതയാണ്, ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചേക്കുന്നത് ബ്രാഹ്മണന്റെ ദേവതയാണ്. ഏതെങ്കിലും ഒരു മണ്ടന് പോലും ഇങ്ങനെ പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെ എന്താണ് ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ അദ്വൈതമാണ്, ഗുരുവിന്റെ അദ്വൈതം എന്ന് പറഞ്ഞാൽ കീഴാളന്റെ അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ അതും ഇതുമല്ല, സദർത്ഥമില്ല, സച്ചിത് അമൃതോമിതി, മൃദുവായി അമർന്നിടയണം എന്നാണ്. അത് അവിടെ വേർതിരിവ് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊഹഹീനന്മാർ, അങ്ങനെയാണ് ഗുരു ഉപദേശിക്കുന്നത്, പ്രയോഗിക്കുന്നത്. ഊഹഹീനന്മാരായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. അവരെയാണ് ഗുരുദേവൻ യഥാർത്ഥത്തിൽ എതിർത്തിട്ടുള്ളത്. ഊഹഹീനന്മാര്, കൃപണന്മാര്, ജാതിയുടെ പേരില് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവര്, ഇവരെയൊക്കെ ഗുരുദേവൻ എതിർത്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ തുടർച്ചയുടെ ഭാഗമാണ്. ഇത് സാധാരണ നമ്മുടെ അഡ്വക്കേറ്റ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയക്കാര് പോലും ബോധപൂർവം മറച്ചു വെക്കുന്നതാണ്. എന്താണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് സനാതന ധർമ്മം തന്നെയാണ്, ഒരു സംശയമില്ല. ഈ നാടിന്റെ സഞ്ചിത സംസ്കാരം, വയലാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഞ്ചിത സംസ്കാരത്തെ കുറിച്ചാണ് ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം അദ്വൈതം വളർന്ന നാടിനെ കുറിച്ചും ആദിശങ്കരൻ പിറന്ന നാടിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. വയലാർ വിപ്ലവ കവി എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്,
അദ്വൈതമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദർശനം. അതുപോലെ തന്നെ എന്താണ് ഇനിയൊരു ധർമ്മം പുലരട്ടെ, പുതിയൊരു ധർമ്മം പുലരട്ടെ എന്ന് വയലാർ പറയുന്നുണ്ട്. ആ പുതിയ ധർമ്മം എന്ന് പറഞ്ഞാൽ ഗുരുവിനിൽ നിന്ന് അടർത്തിയെടുത്ത ധർമ്മമൊന്നല്ല, സഞ്ചിത സംസ്കാരമാണ്. ആരണ്യാന്തര ഗഹോരോദര തപസ്ഥാനങ്ങളിൽ തപം ചെയ്ത അവരുടെ ദർശനത്തെ കുറിച്ചാണ് വയലാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം തന്നെ കാലങ്ങളായി വരുന്നതായ ധർമ്മമാണ്. ആ സംസ്കാരം ഉണ്ടാകുമ്പോൾ തന്നെ ജാതിയും അനാചാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സനാതനധർമ്മത്തിനെ മാത്രം ഇങ്ങനെ എന്താ പറയുക പിൻ ചെയ്യുന്നത് തെറ്റാണ്. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് വിഭജനതയാണ്, അതൊരിക്കലും പാടില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുദേവ ഭക്തന്മാർക്ക് പറയാനുള്ളത് ഇതാണ്. ഓക്കെ.